അൻവറിൻ്റെ വിഷയം പറയുമ്പോൾ കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളും ഈ പറഞ്ഞ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാക്കൾ മുതൽ ഡൽഹിയിലുള്ള നേതാക്കൾ വരെ ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്, ഒരു തീരുമാനമാണ്. അത് ഒരു വ്യക്തിയുടെ മാത്രം അല്ലെങ്കിൽ ചില വ്യക്തികളുടെ മാത്രം തീരുമാനമാണെന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമില്ല. കോൺഗ്രസിൻ്റെ സംവിധാനത്തിൽ ഒരുമിച്ച് കോഴിക്കോട് നിന്ന് ചർച്ച ചെയ്തു, കൊച്ചിയിൽ നിന്ന് ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിന് നമ്മൾ അൻവർ വേണ്ട ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ തീരുമാനത്തിൽ അൻവർ സുതാര്യമായ വഴിയിലേക്ക് തീരുമാനങ്ങൾ എടുത്ത് വരട്ടെ. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അതുകൊണ്ട് കഴിയുന്നില്ല. ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. അദ്ദേഹം രാവിലെ പറയുന്നു അദ്ദേഹം മത്സരിക്കുന്നില്ല, വൈകാരികമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നു. അദ്ദേഹത്തിന് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്, പാർട്ടിയുടെ തീരുമാനമാണ്. പക്ഷെ അത് പറയുന്ന ആൾ തന്നെ വൈകിട്ട് ചിലപ്പോൾ മത്സരിക്കുമെന്ന് പറയും, ഇതിന് നാളെ എന്ത് പറയുന്നുള്ളത് ആൾക്കറിയാം. അപ്പോൾ ഒരു സ്ഥലത്തെത്തട്ടെ, ഒരു ശക്തമായ തീരുമാനം, ഒരൊറ്റ തീരുമാനം അദ്ദേഹം എടുക്കട്ടെ. അദ്ദേഹത്തിന് അത് കഴിയാത്തത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് തന്നെ പ്രശ്നമാണ്. അതിന് കോൺഗ്രസിനെ പഴിചാരിയിട്ടോ UDF പഴിചാരിയിട്ടോ കാര്യമില്ല. അൻവർ പറയുന്ന വിഷയങ്ങൾ, കോൺഗ്രസ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള വിഷയം അൻവറിൻ്റെ സ്റ്റൈലിൽ കൂടുതൽ ശക്തമായി പറഞ്ഞപ്പോൾ അത് ജനങ്ങൾ ഏറ്റെടുത്തു. ആ വിഷയങ്ങൾ ഇനിയും മാറ്റുരച്ച് നോക്കുവാനുള്ള ഒരു വേദിയാണ് ഈ ഇലക്ഷൻ. ഈ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ 10 വർഷത്തെ തെറ്റുകൾക്കെതിരെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ കാത്തിരിക്കുമ്പോൾ അതിനു വേണ്ടിയാണ് ജനങ്ങൾ നിൽക്കുന്നത്. അതിനെതിരെയുള്ള വോട്ടുകൾ UDF സ്ഥാനാർത്ഥിക്ക് ലഭിക്കും. അത് ആര് വന്നാലും വന്നില്ലെങ്കിലും UDF ആ ഒരു വോട്ട് ലഭിക്കും എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. പക്ഷെ നമ്മളായിട്ട് ആരുടെയും മുന്നിൽ ഒരു വാതിലും കൊട്ടിയടച്ചിട്ടില്ല. അത് വാതിൽക്കൽ വന്നു നിന്ന് എന്താ തീരുമാനമെന്ന് പറയാതെ എല്ലാ ദിവസവും തീരുമാനങ്ങൾ അങ്ങോട്ടും മാറ്റി പറയുന്നത് നിർഭാഗ്യകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. പക്ഷേ ഒന്നിച്ച് ഒരു തീരുമാനം, എന്തായാലും 2 ദിവസം കൂടെ നോമിനേഷനുള്ളൂ. ആ നോമിനേഷൻ കൊടുക്കണമെന്ന് തീരുമാനം അദ്ദേഹം എടുക്കേണ്ടതാണ്. നമ്മളാരും അദ്ദേഹത്തിന് കുറ്റപ്പെടുത്തുന്നില്ല. സാധാരണ നിങ്ങൾ മനസ്സിലാക്കണം, എത്രയോ നേതാക്കൾ വന്ന് ഒരാളെ കുറ്റം പറയും. ഇതാരും കുറ്റം പറഞ്ഞിട്ടില്ല. ഒരേ നിലപാടാണ്, ഒരേ ലൈനിലാണ് പാർട്ടി സംസാരിക്കുന്നത്, അതേ ലൈനിലാണ് UDF സംസാരിക്കുന്നത്. അതുകൊണ്ട് അൻവറിൻ്റെ കയറ്റിറക്കങ്ങളുടെ കാരണക്കാരൻ PV അൻവറാണ്. അത് കോൺഗ്രസ് അല്ല, UDF അല്ല.